CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. CCTVയുടെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് അരങ്ങുണരാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ ചെമ്മണൂർ ഷേഖ് പാലസ് ഓഡിറ്റോറിയത്തിലാണ് കാൽനൂറ്റാണ്ട് പിന്നിടുന്ന CCTVയുടെ പ്രൗഢമായ ആഘോഷ പരിപാടികൾ നടക്കുന്നത്. ചൂണ്ടൽ പഞ്ചായത്തിൽ വോട്ട് കൊള്ളയെന്നാരോപിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ജനാധിപത്യ സംരക്ഷണ മാർച്ച് നടത്തി. മാർച്ചിനിടെ പോലീസുമായി നേരിയ സംഘർഷം. വേലൂർ ഹൈസ്കൂൾ ഗ്രൗണ്ട് വിവാദം. പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്ന് കോൺഗ്രസ് അംഗങ്ങൾ ഇറങ്ങിപ്പോയി. ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെ ഒരു ഭാഗം സ്വകാര്യ വ്യക്തികൾക്കുവേണ്ടി നഷ്ടപ്പെടുത്തിയെന്നാരോപിച്ചാണ് കോൺഗ്രസ് വാക്കൌട്ട് നടത്തിയത്. തൃത്താല പടിഞ്ഞാറങ്ങാടി സെന്ററിൽ നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞുണ്ടായ അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. പറക്കുളത്തുനിന്നും ടൈൽ പൗഡർ കയറ്റിവരികയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള മത്സ്യകർഷകർക്ക് മത്സ്യകൃഷി പരിശീലന ക്ലാസ് നടത്തി. റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ BJP നേതൃത്വത്തിൽ കാട്ടകമ്പാൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആദൂരിൽ നിന്നാരംഭിച്ച LDF കടങ്ങോട് പഞ്ചായത്ത് വികസന സന്ദേശ കാൽനട പ്രചാരണ ജാഥ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. അശാസ്ത്രീയമായ ഗതാഗത പരിഷ്കരണത്തിനെതിരെ ഗുരുവായൂരിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി. കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കുന്നംകുളം വിവേകാനന്ദ കോളേജിലെ ABVP യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. ചൂണ്ടൽ പയ്യൂർക്കാവ് ശ്രീദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് തുടക്കം കുറിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വയലും വീടും എന്ന സംസ്ഥാന കാർഷിക കൂട്ടായ്മയുടെ ഈ വർഷത്തെ കുട്ടി കർഷകയ്ക്കുള്ള പുരസ്കാരം കരസ്ഥമാക്കിയ 9 വയസ്സുകാരി ഇഷാലാരയെ ചാലിശ്ശേരി പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റി ആദരിച്ചു. കൊച്ചിൻ ഫ്രോണ്ടിയർ തോട് ശുചീകരണം തുടങ്ങി. ആർത്താറ്റ് മധുരക്കുളത്തിൽ നിന്നും ആരംഭിച്ച് മുല്ലശ്ശേരി പരപ്പുഴയിൽ എത്തിച്ചേരുന്ന 12 കിലോമീറ്റർ ദൂരമുള്ള കൊച്ചിൻ ഫ്രോണ്ടിയർ തോടിന്റെ എളവള്ളി പഞ്ചായത്തുതല ശുചീകരണമാണ് നടക്കുന്നത്. ചാവക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 4 മുതൽ 7 വരെ എടക്കഴിയൂർ സീതി സാഹിബ് മെമ്മോറിയൽ സ്കൂളിൽ നടക്കും. ഇതിനു മുന്നോടിയായി സ്വാഗത സംഘം രൂപീകരിച്ചു. LDF ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് തുടക്കമായി. കേച്ചേരി സെന്ററിൽ NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK രാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണം പൂർത്തീകരിച്ച എരുമപ്പെട്ടി പഞ്ചായത്തിലെ പതിയാരം കുന്നത്തേരി നെല്ലുവായ് തടയണയുടെ ഉദ്ഘാടന ചടങ്ങിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. പഴഞ്ഞി കൂട്ടുകൃഷി സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗം കാട്ടകമ്പാൽ EMLP സ്കൂളിൽ നടന്നു. ദേശീയ പോഷകമാസാചരണം പോഷൻ മാഹ് 2025 പദ്ധതിയോടനുബന്ധിച്ച് അങ്കണവാടി ഹെൽപ്പർമാർക്കായി പ്രാദേശിക മൂല്യവർദ്ധിത വിഭവങ്ങൾ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി പരിശീലനം നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.